ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ്റെ വീഡിയോസ്. നമ്മൾ കാണിക്കുന്നത് ടവർ ഓഫ് ഹെല്ലാണ്. ടവർ ഓഫ് ഹെൽ, അയ്യോ എത്ര പാടി ലെവലാണ് വന്നത്. ഇത് ഇത്രയും പാടൊന്നും അല്ല, കുഴപ്പമില്ല. ഇവിടെ എത്തി. അയ്യോ അവിടെ ഞാൻ വീണു. ഇനി നമുക്ക് പിന്നെ ചെയ്യാം. ഇതാണ് ഈസിയാണ്. അടുത്ത ഇതാണ് പാടിത്തിരി ഇത്തിരി ഈസി. എങ്ങനെയാ പറയുന്നത്? ഇവിടെ നിന്ന് പിന്നെ നോർമൽ ചെയ്യുന്നുണ്ട്. എത്തുക ഇവിടെ ആണോ കറക്റ്റ് ടൈമിങ്, അല്ലെങ്കിൽ നമ്മളെ വീഴും. ഒത്തിരി പാടാം. ഇത് പറ്റും. ഞാനെങ്ങനെയാണോ അതിൻ്റെ അകത്ത് കൊടുക്കാൻ പോയെ? എല്ലാവർക്കും ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് കാര്യം. ഒരു ഹാർഡ് ലെവലാണ് എനിക്ക് തന്നിരുന്നില്ല. സോ ഇതിനാരം പിടിക്കും എന്തായാലും ഞാൻ. പ്ലസ് ടൈം ഒന്നും ഒരാൾ പെട്ടെന്ന് കേറട്ടാ. ഇതിൽ കൂടെ കറങ്ങി ഇങ്ങനെ ഉടക്കണം പുള്ളുവരും. കളറ് മാറിയല്ലോ. ഫുള്ള് മാറിയ സ്ഥലം. ഇങ്ങനെയാണ് എൻ്റെ കളറ് വരെ മാറിയല്ലോ. അയ്യോ മൊത്തം തന്നെ എല്ലാവരും ഞാൻ കളറൊക്കെ മാറി. എല്ലാവരും മാറിയടാ. ഇതും കൂടെ എക്സ്ട്രാ ലെവൽസ് വന്നോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമാണ്? വേറെ ഏതെങ്കിലും ഒരു സാധനമാണ് വിളിച്ചടിച്ചാണോ ഗെയിം എനിക്ക് വേണ്ടി അറിയത്തില്ല. ഇവിടെ അതേ സെയിം സാധനം. ഗ്ലിച്ചടിച്ച അയ്യോ തിരിയുന്നു. ഇനി ഇവിടെ സൈഡിലേക്ക് പറ്റും. അയ്യോ എല്ലാത്തിനും കളറ് മാറിയില്ലേ? ഒരു എക്സ്ട്രാ ലെവലും വന്നു. അത്രേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെ വീണ്ടും ഒപ്പം തന്നെ ജമ്പ്. അതങ്ങനെ ഞാൻ വീണ്. ഒരു എക്സ്ട്രാ ലെവൽ എടുത്ത് പിന്നെ വേറെ ഏതാണ്ടൊരു സാധനം ചെയ്ത് എനിക്കറിയത്തില്ല. എല്ലാവരും കളർ മാറി. ഒന്നെങ്കിൽ ഈ ലെവൽ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ലെവൽ തോൽക്കണം. ഇത് വെച്ച് ആക്കിയാണോ ആരെങ്കിലും ഒന്ന് 10x ആക്കണം. ഇപ്പം അങ്ങ് തീർക്കാം. 10x അല്ല, ഒരു കളി കളിച്ചപ്പോൾ 300x വരെ കളി എന്നായിരുന്നു. ഒന്നുമില്ല, 3x ആയിരുന്നു, 300 ആയിരുന്നു, 30 ആയിരുന്നു. 30 ആണെന്ന് തോന്നുന്നു. 100ന് വേണ്ടി ഇല്ലാന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, 300 ആയിരിക്കും ചിലപ്പോൾ. എൻ്റെ ഇതുവരെ മാറിയുണ്ടോ കളറ്? അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇപ്പോഴാണ് ശ്രദ്ധിച്ചാണ്ട്. മുമ്പേ യെല്ലോ അല്ലായിരുന്നു. എന്താണ് പറയുന്നേ? ഓറയോ? എൻ്റെ ദേഹത്ത് പുറയോടെ ടെയിലോ? ട്രെയിലാണെങ്കിൽ എനിക്കിപ്പോൾ ഇത്തിരി പനിയാണ്. സോ ഉണ്ട് ശബ്ദം ഇട്ടിട്ട് മാറി. ഇത്തിരി മാറിയിട്ടുണ്ടായിരിക്കും. സോ നോക്കിരി. ഞാൻ വീണോണ്ടിരിക്കും അവിടെ. എന്തോ ചെയ്യാനാ? ഇവിടെ അങ്ങനെ ഇപ്പം കറക്റ്റ്. ഇവിടെ എന്തുവാടെ ഇത്? സോംബിയോ? കണ്ട സോംബി പോലെ തോന്നി. എൻ്റെ കണ്ടായിരിക്കും സോംബി പോലെ. ഓർത്തില്ല. ഏതാണ്ട് പ്രയത്നെ പോലെ ഉണ്ട്. നോക്ക്, ഇവർക്കൊന്നും പറ്റിയില്ലല്ലോ. AC പിന്നെ ജെറിയല്, ഇവർക്കൊന്നും പറ്റിയില്ല. ഇങ്ങനെ ഈ ആൾക്കാരൊക്കെ ഫുൾ ഡിഫോൾട്ട് കളറുള്ളവർ, വൈറ്റ് കളർ.
ഉള്ളവർക്ക് ഉണ്ടോ? ആ മിയാമിയോ മിമിയോ എനിക്കറിയത്തില്ല. ആ ആൾക്കും അത് തന്നെ അങ്ങനെ മാറിയിട്ട് ഞാൻ അത് ഇങ്ങനെ നോക്കി. ഇയാൾക്ക് എന്ത് നോക്ക് ഇതുണ്ടോ, ഒരെണ്ണം മാറിയിട്ടില്ല. അത് വൈറ്റ് ഡിഫോൾട്ട് കളറായോണ്ടാ അങ്ങനെ വേണ്ടപ്പം ഇപ്പോഴും നീങ്ങുന്നുണ്ട്, കണ്ടോ മനസ്സിലാകത്തില്ല. ഞാൻ ഇവിടെ വെച്ച് പോയാൽ മതി, അവിടെ അങ്ങ് എത്തും. കണ്ട് അവിടെ ആകുമ്പോഴേക്കും അങ്ങ് എത്തി. സ്പീഡിൽ പോകാൻ വേണ്ടി. അയ്യോ ഓക്കെ, അല്ലെങ്കിലും കുഴപ്പമില്ല. തപ്പ് സ്പീഡ് റൺ. ഈ ഒന്ന് ആ സാധനം തോന്നി അതിൽ ചാവുമെന്ന്. അല്ലെങ്കിൽ ഒരു ചുമ്മാ ഡിസൈൻ ഒന്നും ഇങ്ങനെ ഒന്നും ഇടാൻ സാധ്യതയില്ല. ഈ സാധനത്തിലൊക്കെ ഞാൻ പ്രോവാടാ. അയ്യോ ഇത്തിരി ഒന്നും അറിയാതെ ഒന്ന് തിരിഞ്ഞു. ക്യാമറ ഒന്ന് തെറ്റിപ്പോയി. ആംഗിളിൽ കൊടുത്ത് അതിൽ കൊടുപ്പുണ്ടായിരുന്നു. ഇത്തിരി പാട്ടായിരുന്നു. അയ്യോ ആണോ, എന്തോ ആയിരുന്നാണോ. ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റത്തുള്ളൂ അതിൽ. പിന്നെ ബാലൻസ് ചെയ്ത് ചാടിക്കൊണ്ടിരിക്കണം. സ്പീഡ് റൺ ചെയ്യുമ്പോൾ കാണിച്ചിട്ട് പിന്നെ അമ്മേൻ്റെ മുമ്പിൽ കയറിയുന്നുണ്ടാവും. പോയി റോട്ട് ഹൗസിന് എനിക്ക് തോന്നുന്നു ഇത്തിരി സമയം കിട്ടത്തുള്ളൂ. പിന്നെ ഇങ്ങനെ പിന്നെ ഇവിടെ ഷോർട്ട് കട്ട് എടുത്ത് ഇവിടെ ഷോർട്ട് കട്ട് എടുക്കാൻ പോകും നമുക്ക്. ഇവിടെ പിന്നെ ഇവിടെ ഷോർട്ട് കട്ട് ഇവിടെ ഷോർട്ട് കട്ട് ഇവിടെ ഷോർട്ട് കട്ട്. അത് പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. അതാണ് രീതിയിൽ പോകാം. ഇവിടെ എന്തായാലും പറ്റും. എനിക്കൊന്ന് കറക്റ്റ് പൊസിഷനിൽ നിൽക്കണമായിരുന്നു. പിന്നെയും ജമ്പ് ചെയ്തിട്ട് എനിക്ക് പിന്നെ ഒന്ന് കയറിക്കണമായിരുന്നു, എന്നാലേ കറക്റ്റ് ആകത്തുള്ളൂ. വലിയൊരു സ്കിപ്പ് ഞാൻ കണ്ടെത്തി. ഞാൻ ശ്രദ്ധിച്ചു പോലും ഇല്ല കേട്ടു. ഇവിടേന്ന് കയറിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ചാടാൻ പറ്റത്തില്ലേ? പറ്റുമോ? പറ്റത്തില്ല. അതില്ലേ നമ്മളെ ഇതിൻ്റെ അത്ര ആകത്തില്ല. അത് കയറണമെങ്കിൽ നമുക്ക് ആ ലേസറായി ടച്ച് ചെയ്തിട്ടെ. യോ ഗൈസ്, നമ്മളിവിടെ ഇതാണെങ്കിൽ ഇത്തിരി ട്രിക്കിയാണ്. ചില ആൾക്കാർക്കൊന്നും ഇത് പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ വലിയ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അതെനിക്ക് പറ്റുന്നുള്ളൂ, ഇത്രയേ ഉള്ളൂ. അതൊക്കെ ഈസിയാണ്. മൊബൈലിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ഈസിയാവും. ഇവിടെ 8x6 എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് എല്ലെങ്കിലും ഒരെണ്ണത്തിന് ചെയ്യുമ്പോൾ ഇമാര് ഫുൾ 8x 10x 100x മാറിയിട്ട് വൈകിച്ചതാടാവും. ചുമ്മാറിഞ്ഞ അങ്ങനത്തെ ഇല്ലോന്ന് എനിക്കറിയാം. ഇത് ഞാൻ കളിച്ചിട്ടുണ്ട്. അയ്യോ, ഇത് മറ്റേ ഇതിലുള്ളതാ. പ്രോ ടവേഴ്സിലോ ന്യൂ ടവറുണ്ട്. ടവറിലൊരു ബാഡ്ജ് കിട്ടിയിട്ടില്ലേ? ആ ബാഡ്ജ് ചില ആൾക്കാർക്കല്ലേ കിട്ടിയിട്ടുള്ളൂ. ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. ടവറിൽ ഒരു ബാഡ്ജ്. വെരി റെയർ ബാഡ്ജ്. ടവറിലല്ലേ വലിയ കുറേ ടവറുള്ളത്. അവിടെ അപ്പോൾ എപ്പോഴും ആ സെക്കൻഡ് ഞാൻ തരുന്നത്. ഇപ്പം ഇവിടെ ഒരു ബ്ലോക്ക് അവിടെ. ഓക്കെ സെറ്റ്. ഈ പ്രാവശ്യം ഞാൻ ഫുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. സെക്കൻഡ് ലെവല് ഫുള്ളത് കംപ്ലീറ്റ് ചെയ്തതിന് ഞാൻ എൻ്റെ പേരുമായിട്ട് നോക്കി.
സെക്കൻഡ് ലെവൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ല. സെക്കൻഡ് ലെവൽ തുടങ്ങിയില്ലായിരുന്നു ആ സമയത്ത്. ഞാൻ സെക്കൻഡ് ലെവലിൽ ചവിട്ടിയില്ല. ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് ആ പ്രാവശ്യം എന്ത് വന്നു എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പറ്റിയില്ല കറക്റ്റ്. ഓ ഇപ്പോൾ വീണാണ്. ഈ ജമ്പൊക്കെ ഇത്തിരി ഇവരൊക്കെ എങ്ങനെയാണ് ഇത്ര സ്പീഡിൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കും. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ പക്ഷെ ഞാൻ അത്ര പ്രോ അല്ല. പ്രോനസൊക്കെ പോയി. പ്രോനസ് അയ്യോ ഓടോ അത് കംപ്ലീറ്റ് ആക്കിയേ. അത് കൂട്ടുവേ. ഞങ്ങൾ വരെ എത്തിയായിരുന്നു. ലാസ്റ്റ് ജമ്മിലായിരുന്നു ഒറ്റ. അത് കൂട്ടുവേ. അവിടെ എന്തുവാണ് എപ്പോഴും 4x 9x 10x. ഞാൻ അല്ലെങ്കിലും ഇതിൽ നന്നായിട്ട് കളിക്കുന്നത്. ഞാനും ഈ ഹിറ്റ്സ് ഒരേ സമയത്താണ് വീഴുന്നത് എപ്പോഴും. മുമ്പ് കണ്ടില്ല. മുമ്പ് ഒരു പ്രാവശ്യം വീണായിരുന്നു തോന്നുന്നു. ഇവിടെ എങ്ങാണ്ട് എത്തിയപ്പോൾ കണ്ടോ പിന്നെ ഒരാൾ കൂടെ വീണ്. എനിക്ക് നീ സാധനം എല്ലാവർക്കും വേണ്ടി പാടാന്ന്. ഈശ്വരൻ്റെ പുതിയ ഔട്ട്ഫിറ്റ് എങ്ങനെ നല്ലതാണോന്ന് പറയണം. എങ്ങനെയുണ്ടെന്ന് പറയണം. പുതിയ ഔട്ട്ഫിറ്റ് ഞാൻ കാണിക്കുക. ഇതാണ് എൻ്റെ പുതിയ ഔട്ട്ഫിറ്റ്. മറ്റെന്താ കണ്ടോ ഞാൻ പുതിയതായിട്ട് വാങ്ങിയത്. ഞാൻ ശരിയും പ്ലീസ് ഡൊണേറ്റ് ചെന്ന് കയറിയിട്ട് എനിക്ക് വരാൻ ഏതാണ്ട് 5 റോബോട്ട്സ് എങ്ങാണ്ട് ഡൊണേറ്റ് ചെയ്ത് തന്നെ. 5 അല്ല 10 തോന്നുന്നു. അതിൻ്റെ പകുതിയല്ലേ കിട്ടുന്നത്. 5 എങ്ങാണ്ട്. അപ്പോൾ എനിക്കറിയത്തില്ല. ആദ്യം ഒരുവൻ 7 ഡൊണേറ്റ് ചെയ്ത്, പിന്നെ വേറെ ഒരുവൻ എത്ര ഡൊണേറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എനിക്കാണെങ്കിൽ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ 5 റോബോട്ട്സ് അല്ല 6 റോബോട്ട്സ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരെണ്ണം വെച്ച് അത് വാങ്ങി. ഇല്ലടാ ഇതാണ് പാടെന്ന് പറഞ്ഞാൽ ഇതാണ് പാട്. ചിലർക്കൊക്കെ ഇതായിരിക്കും പാട്. എനിക്ക് വേണ്ടി ഇതൊക്കെ ഈസി പീസി ലെമൺ സ്ക്വീസി ബ്രോ. അതിലെനിക്ക് ആ സാധനത്തിൽ ലാൻഡ് ചെയ്താൽ പിന്നെ ഈസി ആയിരിക്കും റെസ്റ്റ് അടിക്കാൻ. എന്നാണ് ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് കണ്ടോ. ആ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് സ്ലോ ഒരു സമയം അങ്ങനെ നീക്കാവുള്ളൂ. നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ നീക്കിയാൽ നല്ല ഫുൾ സ്പീഡിൽ നീക്കിയാൽ ഉള്ളൂ. അങ്ങനെ പോകണം. പിന്നെ അവിടെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അവിടെ തന്നെ നിന്നിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. Yes guys, I did it. What? അയ്യോ മോനെ ഞാൻ വെട്ടടാ പെട്ട് ഇതില് ആ സാധനം എനിക്ക് ശരിക്കും ചെയ്യാൻ അറിയായിരുന്നു കേട്ടോ. മറന്നു വരാൻ തോന്നുന്നു. അത് പെർഫെക്റ്റ് ആയിരുന്നു. ഈ ട്രെയിലൊരു രസമാണ്. ഇന്ത്യയിലെ ട്രെയിലൊക്കെ ഇല്ലായിരുന്നു സ്റ്റംബിൾ കേസിൽ. ഞാൻ സ്റ്റംബിൾ കേസ് കളിക്കാറുണ്ട്. ഇതില്ലാതെ പറ്റത്തില്ല. ഷിഫ്റ്റ് ലോക്ക് ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. ആബ്സല്യൂട്ട് സിനിമ എൻ്റെ ഇത് പേര് കേട്ട് ഓടോ ലാഗ് അടിച്ചെന്ന്. ഇങ്ങനെ എൻ്റെ സ്ക്രീൻ ഇങ്ങനെ ഷെയ്ക്കായി. എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ സ്ക്രീൻ അങ്ങ് ഷെയ്ക്കായി. എനിക്കത് ഇപ്പോൾ കണ്ട കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിരുന്നു. അവിടെ പൂച്ചയാ. പൂച്ചേൻ്റെ ഇതൊക്കെ ഇട്ടേക്കുന്ന റെയിൻബോവിൻ്റെ
ഉച്ച. ഇവർക്ക് എത്ര ദിവസമൊക്കെ ആയിരിക്കും ഇവിടെ ഇത് കളിക്കുന്നത് ഇത്ര ഇതൊക്കെ കിട്ടാൻ. അല്ലെങ്കിൽ വേറെ അവധി ദിവസം എന്നായിരിക്കും. അതൊക്കെ കൺഫേം അല്ലേ നമുക്ക്. ഇതിലെന്താ റാൻഡം ചാൻസ് എങ്ങാണ്ട് നമുക്കിത് കിട്ടാൻ വേണ്ടി. ഒരു പ്രാവശ്യം എങ്ങാണ്ട് അങ്ങോട്ട് സെക്കൻഡ് ലെവലിലേക്ക് പോയുള്ളൂ, പിന്നെ പോയിട്ടേ ഇല്ല. കണ്ടു എന്ത് ആടേ ശരിക്കും കളിക്കാം. ഈ കറക്റ്റ് കണ്ടു സെക്കൻഡ് ലെവലിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇവിടെ വരുന്നു. അത് വന്നു. അടുത്ത ഏതാണോ? അയ്യോ എനിക്കറിയത്തില്ല. അടുത്ത അതെട്ടുമ്പോ എനിക്ക് ചാടണം എത്തുമ്പോ. അയ്യോ കൊറേ പെർഫെക്റ്റ് ഒന്നല്ല, എപ്പോഴും പെർഫെക്റ്റ് പറഞ്ഞാൽ ഞാൻ ഇതിലും ഞാൻ സ്പീഡ് റൺ ചെയ്യുന്നില്ല. നീങ്ങടാ എന്തു വഴി എന്തുവാ നീങ്ങത്തില്ല ഇവര് ഇവിടെയൊന്നുമില്ലേ. ശരിക്കും നമ്മൾ ഇങ്ങനെയൊന്നും ചാടണ്ട. ഞാൻ ചെയ്തത് എന്തോന്ന് കാണിച്ചത്. എടാ അങ്ങനെയല്ലല്ലോടാ, സോറി. ഇപ്പൊ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം പോലും ചെയ്യാൻ പറ്റുന്നില്ലല്ലോടാ സാധനം. ഞാൻ ഈ സൈഡ് അത് കറക്റ്റായിരുന്നു. അങ്ങനെ ചെയ്യത്തില്ല ഒരു സാധനം. സാധനം എനിക്കൊന്നും പറ്റത്തില്ല എന്നറിയത്തില്ല എനിക്ക്. അപ്പം ചിലവർക്കേ പറ്റത്തുള്ളല്ലേ ഈ സാധനം. ബാക്കിയുള്ളവരൊക്കെ എന്തോ ചെയ്യുന്നുണ്ടോ ഈ സാധനം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. അപ്പം ബാക്കിയുള്ളവരൊക്കെ എന്തോ ചെയ്യും. ഇത് പറ്റത്തില്ലല്ലോ. ഗെയിം ഒരു സാധനമാണല്ലോ ചെയ്യുന്നത്. ഇത്ര എന്താണ് എന്നെ ഫോളോ ചെയ്യുവാണോ? ഞാൻ വരുന്ന സ്ഥലത്തെല്ലാം എനിക്ക് ഇത്രയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? എനിക്കറിയത്തില്ല, എൻ്റെ ഫ്രണ്ടൊന്നുമല്ല. ഞാനുള്ള സെർവറിൽ എല്ലാ സെർവറിലും ഇത് കയറി വരുവാണ്. എന്തുവാടാ സോംബിയല്ലല്ലോ, ഹാക്കറാ. ഞാൻ അപ്പം അവിടെ അല്ലെങ്കിൽ ടച്ച് ചെയ്തായിരുന്നെങ്കിൽ ഞാനങ്ങ് വീണാൻ. അതവിടെ ഷീൽഡോ എന്തോ സാധനം ഇത്? അതിൻ്റെ സ്റ്റൈലിഷ് എന്തിയടാ എന്തോ സംഭവിച്ചേ? ഞാൻ പോലും അറിഞ്ഞില്ല എന്തോ സംഭവിച്ചേ. ഞാൻ അറിഞ്ഞു പോലും ഇല്ല. എല്ലാവരും എന്താ ഇങ്ങനെ അതൊക്കെ ഈസി അല്ല. പിന്നെ ഇതൊക്കെ ഈസി ഉണ്ടോ? ഇതൊക്കെ ഈസിയാടാ. ഇതൊക്കെ ഈസിയാ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നു, പിന്നെ അതിൽ തന്നെ തിരിച്ച് പോയി. നമ്മൾ മേളിലൊക്കെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും കൂടെ പാടാ. നമ്മളെ ഹിറ്റ് ബോക്സ് നോക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. ഇനി നമ്മളെ ഹിറ്റ് ബോക്സ് മറ്റേ നമുക്ക് കൊച്ചതോ വലിയതോ ഒക്കെ ആക്കാൻ പറ്റും. വലിയ ഹിറ്റ് ബോക്സ് ആണെങ്കിൽ പെട്ട് ഈ സാധനം വെച്ചാൽ ശരിക്കും പാട് പാർക്കോറായാലും അറിയോ? ഇങ്ങനത്തെ അവതാരം വെച്ച് ഹിറ്റ് ബോക്സ് ആണെങ്കിൽ പറ്റുമില്ല ഇല്ലയെന്നാ തോന്നുന്നു, അറിയത്തില്ല. ഹിറ്റ് ബോക്സ് ആണെങ്കിൽ ഇത്തിരി കൂടെ വലിയതല്ലേ. മറ്റേതിലൊക്കെ ആണെങ്കിൽ കൊച്ചതാണ് ഹിറ്റ് ബോക്സ്, അപ്പോൾ കുഴപ്പമില്ല. എന്തുവാടെ ഇത്? അയ്യോ ഞാൻ വീണ്. പ്ലസ് ടൈം കൊടുത്തേതാണോ വന്ന്? പ്ലസ് ടൈം നൈസ് പേഴ്സൺ. എക്സ്ട്രാ ടൈം ജുവാൻ പ്രോ, പിന്നെ നൈര കൂൾ. നല്ലതാ. നൈസ് പ്ലെയേഴ്സ്, ഗുഡ് പ്ലെയേഴ്സ്. മേളിലെത്തിയിട്ട് പിന്നെ അവിടെ തന്നെ ഇന്ന് ഓറ ഫാർം ചെയ്യുക. 1 മില്യൺ പ്ലസ് എന്നൊക്കെ പറഞ്ഞു ഓറ ഫാം ചെയ്യുക. ഇവിടെ
അയ്യോ ഞാൻ വീണ്. അവനിപ്പോൾ എത്ര ഓവറായിരിക്കും അവിടെ കിട്ടിയല്ലേ. അത് കണ്ടു അങ്ങോട്ടേക്ക് കീഴും. സോ ഇത് ചെയ്തിട്ടൊരു കാര്യമില്ല, ചുമ്മാ ഷോപ്പിന് വേണ്ടിയാണ്. സോ നിങ്ങൾ അതിനെക്കാട്ടും നല്ലത് ഞാൻ മറ്റേ മുമ്പേ ചെയ്ത പോലെ തന്നെ നോർമലി ഇങ്ങോട്ട് വന്ന് അതേ അങ്ങോട്ട് വന്ന് ഒത്തിരി നേരമായിട്ട് റെക്കോർഡ് ചെയ്യല്ലോ, 4 മിനിറ്റൊക്കെ ആയി. സോ നമ്മളിവിടെ എത്തി. ഇവിടെ ഇത്ര എത്തി. ഇനി ഇവിടെ ഇങ്ങോട്ട്, പിന്നെ ഇവിടെ ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്. അയ്യോ പാരസെറ്റമോൾ കഴിക്കാൻ പറഞ്ഞു എൻ്റെ അമ്മ. നമ്മുടെ 16 ഹെഡ്സ് കൊടുക്കുന്നത് ഇത് പറ്റത്തില്ല കേട്ടോ. അതൊക്കെ ചീറ്റിങ്. ഏതൊരാണോ 16 ഹെഡ്സ് ആക്കിയേ? ഓ ആൾക്കാരൊക്കെ മേലോട്ട് കയറി പോകുമ്പോൾ ഈ ഹെഡ്സ് കൂടുന്നതല്ലേ. 2 ഹെഡ്സ് ആക്കും ഓരോ കയറുമ്പോൾ. വെറുതെ അല്ല, 4-5 പേരൊക്കെ മേളിലെത്തി. ഞാനിപ്പോൾ ഞാൻ ഇത്ര നേരമായിട്ട് നൂബിനെ പോലെയൊക്കെ ചുമ്മാ ലെവലിലേക്ക് ഞാൻ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, അറിയാമോ? ഒരു പ്രാവശ്യം. പിന്നെ കോൺഫിഡൻസ് ഒക്കെ കിട്ടി, പിന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകത്തുള്ളൂ. കംപ്ലീറ്റിങ് എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണ്ടേ. അത് രണ്ടാമത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ പകുതി വരെ എത്തും. പിന്നെ 2 ലെവലും കൂടെ ഉള്ളൂ, പിന്നെ ഈസി. പിന്നെ ചിലപ്പോൾ ഒക്കെ ഹാർഡൊക്കെ കാണും, പിന്നെ ചിലപ്പോൾ ഈസിയും കാണും. ഷീൽഡ് പ്രൊട്ടക്ഷൻ വാങ്ങിച്ചാൽ ഇത്തിരി കൂടെ നല്ലതായിരുന്നു. ആരെങ്കിലും ഇല്ല ഷീൽഡ് വാങ്ങിച്ചാലില്ല, ഇതുകൂടെ നല്ലതായിരുന്നു. ബിക്കോസ് അത് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ലേ. ഇത് ഇത്തിരി പാടാണ്, അത് ഇത്തിരി ട്രിക്ക് ചെയ്യുമ്പോൾ. ഇതാണ് അയ്യോ ഞാനിപ്പോൾ ടച്ച് ചെയ്തേ, തൊട്ടറ്റത്തായിരുന്നു എനിക്ക്, അറ്റത്ത്. അത് ലാഗ് അടിച്ച്. പക്ഷേ നൈട്രജനോ വായിച്ചത് പെട്ടെന്ന് വായിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് വായിക്കുന്നത്. നൈട്രജൻ റൊണാൾഡിന്യോ ഉണ്ടോ? അതേ സെയിം ആൾക്കാരാണല്ലോ ഈ സർവറിലും. ഞാൻ അതേ സെയിം സർവറിൽ കയറിയെന്ന് തോന്നുന്നു. ഗൈസ് ഇത് അടുത്ത ദിവസമല്ലേ, ഇത് ആ ദിവസം തന്നെയാണ്. പിന്നെ ഞങ്ങൾ ആ ദിവസം തന്നെ ആ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ബാക്ക് അടിച്ച് വേറൊരു സർവറിൽ കയറാൻ നോക്കി. പക്ഷേ ഈ സർവറിൽ തന്നെ തിരിച്ചേറ്റി. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, വെറുതെ അല്ല, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അവന്മാരെ ഇറങ്ങിപ്പോയി എന്ന് തോന്നുന്നു, വെറുതെ അല്ല. ശരിയാണല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എടാ ആ ചെമ്പ എന്താണ് ചെയ്യാൻ പറ്റാതെ? ആ ചെമ്പ ഇത്രയും പാട്. ഇത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നിന്നതാ. ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, ഇരിക്കാനും പറ്റത്തില്ല. ഈ ജമ്പ് പറ്റും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചാവൽ മരിച്ചു. പോവാം. അയ്യോ ശരിക്കും വീണേന. അയ്യോ എന്ന് പറഞ്ഞ് അയ്യോ ഇപ്പോൾ ആശ്വാസം. ഇവിടെ വന്ന് എത്തിയപ്പോൾ ഞാനത് പറഞ്ഞു. എന്തോ അവിടെ കിടന്ന് കാണിക്കുന്നത്? ഇതെന്തോ പ്രേതോ? അല്ല ഇതിനെന്തോ ചെയ്യണ്ടേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ ഇത് വരുമല്ലേ? അയ്യോ പിന്നെ കാണണമായിരുന്നു, ഒന്ന് പറയണ്ടേ? ഇപ്പോൾ പറയാനെന്തോ. 1 മിനിറ്റ് ഉണ്ട്, 1 മിനിറ്റും കൊണ്ട് ഇത് കംപ്ലീറ്റ് ആണ്. നോക്കാം. 1 മിനിറ്റ് അല്ലടാ, 2 മിനിറ്റ്. അതിൻ്റെ കൂടെ 2 ഹെഡ്സ്. സുയോക്ക് മസ്കിറ്റോ. എടാ എല്ലാവരും സുയോക്കിൻ്റെ ഫാനാണോ? ഇവിടെ
സിയോക്ക് വലിയ പ്രോ പ്ലെയറൊക്കെ ആണെന്നറിയാം. ഇനി എല്ലാവരും കൂടി എൻ്റെ പേരടിച്ച് കോപ്പി അടിച്ചാണെങ്കിൽ ചിലവന്മാരുണ്ട് കോപ്പി അടിച്ച് ഫ്രാൻസ് അല്ലായിരിക്കും. ചിലവരൊക്കെ കിടന്ന് സ്കാം ചെയ്യും. ഞാൻ എനിക്ക് ഇത് തരാം, എൻ്റെ പേര് നീ തരണം, ഞാൻ യൂട്യൂബറാണ്, യൂട്യൂബ് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യും നിന്നെ, നീ എനിക്ക് ഈ സാധനമൊക്കെ തരണം എന്ന് പറഞ്ഞ് സ്കാം ചെയ്യും അവർ. സ്കാം ചെയ്യും. സ്കാമേഴ്സ്. യു നോ സ്കാമേഴ്സ്. കറക്റ്റ് എത്ര നോക്കി ഇതിലും ജമ്മയാണ്, ഇതിലും ജമ്മയാണ്. പിന്നെ ഒരു പ്രാവശ്യം കൂടി ജമ്പ് ചെയ്യണോടാണല്ലേ. ഞാൻ എന്ത് കാണിക്കുന്നേ? അതേ ഒരാളവിടെ മേളിലെത്തി. പ്ലീസ് ഫോർത്ത് ആകത്തില്ല എന്തായാലും. സിയോക്ക് മസ്കീറ്റോ ബ്രോ. ബ്രോ. അയ്യോ വീണു. ഇതുണ്ട് ഇതിങ്ങനെ ട്രയൽ അവിടെ സ്പിടിക്കാന് മറ്റേ ഇത് ടീൻ സർക്കിള് കോയർ അങ്ങനെ എല്ലാവരും കൊണ്ട്. സിയോക്ക് മസ്കീറ്റോ ബ്രോ. അയ്യോ ഇവിടെ പെട്ടല്ലോടാ. PT ഞാൻ വെച്ചാ PTA മീനിങ് PTA ഫുൾ ഫോം ആയിരിക്കും ഉദ്ദേശിച്ചത്. PTA ഫുൾ ഫോം എന്തുവാ? അയ്യോ അത് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അതാണ് നേരത്തെ ജമ്പ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം. ഞാൻ ഒരാൾ പോയി കഴിഞ്ഞിട്ട് എപ്പോഴും പോവാറുള്ളൂ, അല്ലെങ്കിൽ ഇല്ലേ ചിലപ്പോൾ നമുക്കത് ഇമ്പോസിബിൾ ആണെങ്കിൽ പാടാ. ചിലരാണ് അയ്യോ ഇവിടെ ഒരു സ്ലൈഡിങ് അയ്യോ ഒത്തിരി പാടായിരുന്നു. ഇതാണ് എനിക്ക് ഏറ്റവും പാടായി തോന്നുന്ന സാധനം. പാട് ഇതിൽ ജമ്പ് ചെയ്യണം. ഇതിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ചെല്ലണം. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തി. പിന്നെ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം തുറന്നെത്താൻ വേണ്ടി. അതിൽ ജമ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഓർമ്മ. ഞാൻ ഇങ്ങോട്ടൊക്കെ ജമ്പ് ചെയ്യാവോ? നോക്കട്ടെ. ലാഗ് അടിക്കുവാന്ന്. ഇതെന്തോ എന്ത് ചെയ്യാ ഇത്? നമുക്കപ്പ ലോക്ക് ഇൻ ബ്രോ. ഓക്കെ ബ്രോ. ലോക്ക് ഇൻ ചെയ്യ്. അതെങ്ങനെയാണ് അവൻ ചെയ്തത്? അതീ കൂടെ സോളെന്ന പേര്. ഓക്കെ അതായിരുന്നടാ കറക്റ്റ്. അതായിരുന്നു കറക്റ്റ്. ഇതിൽ കൂടെ പോയാൽ അതിൽ വേറെ ആയിട്ട് നമുക്ക് എത്താൻ പറ്റത്തില്ല. അത് പറ്റത്തില്ല. ഇവൻ പെട്ട്. അത് പറ്റത്തില്ല. നമുക്ക് വേറെ എന്തെങ്കിലും കാരണം കറക്റ്റ് ഒരെണ്ണത്തിൽ കയറണം. കണ്ട് ഇത് ട്രിക്കി സാധനമാണ്. ഇതിൽ കയറിയാലേ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റത്തുള്ളൂ. എന്നാലേ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റത്തുള്ളൂ. എന്നാലേ നമുക്ക് ഇങ്ങോട്ടേക്ക് അയ്യോ പെട്ട് ഇങ്ങോട്ടേക്ക് കയറണം. പിന്നെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കണം നമ്മൾ അങ്ങോട്ട് എത്തുന്നവരെ. പിന്നെ നമ്മളവിടെ എത്തും. ഇവിടെ ജമ്പ് ചെയ്യേണ്ടി വരും. ജമ്പ് ചെയ്യണം.
എൻ്റെ സെയിമാണ് കേട്ടോ. സെയിം അല്ലേ? ഇതുപോലും കംപ്ലീറ്റ് ചെയ്യാത്തവനാ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതുപോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവനാ ഇത് ഫുള്ള് കംപ്ലീറ്റ് അത് പെട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പ്രാവശ്യം ചെയ്തിട്ട് കാണിച്ചു തരാമല്ലെന്ന്. അങ്ങനെ ഞാൻ ട്രിക്ക് കാണിക്കട്ടെ. അയ്യോ പോയി. Let's go. പെട്ടെന്ന് വെയിറ്റ് ചെയ്യുക. സ്പീഡ് റൺ. അവനിപ്പോൾ താഴെ എത്തി. അവനല്ലല്ലോ ആ സാധനം ഇപ്പോൾ താഴെ എത്തി. അവനെന്ന് ഞാൻ പറയുന്നു, അവനാരാണോ? താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. താഴോട്ട് വന്നു. ഞാൻ ജമ്പ് ചെയ്തു. ഒരേ ടൈമിങ്ങുള്ള ഒരാളെ കിട്ടി. ഒരേ ടൈമിങ് അല്ല, ഒരാളെ കിട്ടി എന്ന് പറയാൻ പോകുന്നത്. ഒരേ ടൈമിങ്ങൊന്നുമില്ല. കറക്റ്റ് പെർഫെക്റ്റ് ടൈം. ഓക്കെ. തോറ്റും പിന്നെ ഇതിൽ ഞാൻ വേണം. കം ഹിയർ. ഇതിൽ ഞാൻ വേണം. പിന്നെ ഇതിൽ ജമ്പ് ചെയ്യണം. നമ്മൾ ഇതിലേക്ക് ജമ്പ് ചെയ്യും. ഇതിലേക്ക് ജമ്പ് ചെയ്യടാ. എന്തൊരു നൂബാടാ. ഓക്കെ ബ്രോ, അത്രേ ഉള്ളൂ. ഈസി വർക്ക്, ഈസി ഗെയിം. ഈസി ഗെയിം. Oh my god, bro.